ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? പെരുന്നാളൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല റാഹത്തൊക്കെ ആയില്ലേ? അപ്പോൾ ഇതാ എനിക്ക് ഒരുപാട് ഇറച്ചിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓരോ അറുത്തിട്ടുള്ള. അപ്പോൾ അതൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ എനിക്ക് എന്തിനാ അത്ര തോനെ നിങ്ങൾ വിചാരിക്കൂ. ഇന്നിൻ്റെ ഇവിടേക്ക് ജംഷിഖാൻ്റെ ഉമ്മയും ഉപ്പയും പെങ്ങന്മാരും മക്കളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലേക്കാണ് കേട്ടോ, പരിപാടിയിലേക്കാണ്. പിന്നെ ഇതാ ഈ ജനവാതിലിൻ്റെ കർട്ടനൊക്കെ ഞാനിങ്ങനെ കെട്ടിയിട്ട് ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊന്നല്ല, ഇത് ഇവിടെ ജനവാതിലൊക്കെ തുറന്നിടണം മൊത്തം. അതാണ് അതിൻ്റെ ഒരു ഇത്. നല്ല കാറ്റൊക്കെ കിട്ടും അവിടുന്ന്. പിന്നെ ഇതാ ഇവിടുത്തെ ജനവാതിലും അപ്പുറത്ത് കാണുന്നതും ഒക്കെ തുറന്ന് ഓപ്പൺ ആക്കിയിടും. അപ്പം ഫുള്ളും വെളിച്ചം വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യും. എനിക്കും അതുപോലെ ഇഷ്ടം. ഒന്നായിട്ട് അടിച്ച് മൂടി കിടക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ നമ്മളെ വീടിൻ്റെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. ഞാനും ജംഷിയാക്കി നമ്മൾ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് അങ്ങനെ ഓരോന്ന് വാങ്ങണം. പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങി അങ്ങനെ ഓരോന്ന് വാങ്ങി. അപ്പം കപ്സ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. എല്ലാവരും ബിരിയാണി നെയ്ച്ചോറും അങ്ങനെയൊക്കെ കഴിച്ചിട്ട് എല്ലാവർക്കും വെറും സാദാ ചോറ് മതി, പച്ചക്കറി മതി എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങാനായിട്ട് നമ്മൾ വന്നതാണ്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ പ്ലാനൊന്ന് മാറ്റിയതാണ്. കപ്സൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങി. പക്ഷെ കപ്സപ്പൊടി ഞാൻ വാങ്ങിയില്ല. ഇതൊക്കെ വെച്ചിട്ടൊരു പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതൊന്നും അറിയില്ല ഇതിൻ്റെ ABCD ഒന്നും. മന്തി ഞാൻ ഉണ്ടാക്കലുണ്ട് കേട്ടോ, അത് നല്ല ടേസ്റ്റാണ്. ഈ കപ്സൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ തപ്പിപ്പിഴവുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ ഓരോരുത്തർ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. നാത്തൂൻ്റെ മോളും കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. മാഷാഅല്ലാഹ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഉണ്ടാക്കിയതൊക്കെ എല്ലാവരും കഴിച്ചിരിക്കണ്. പിന്നെ ഉപ്പക്കൊക്കെ വെറും ചോറാണ് ഉണ്ടാക്കിയത്, സാദാ ചോറാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇതാണ് ഉമ്മ, പിന്നെ ഉപ്പുണ്ട്, അങ്ങനെ മക്കളൊക്കെയാണ്, നാത്തൂൻ്റെ മക്കൾ, നാത്തൂന്, അങ്ങനെയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല റാഹത്തേനു കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഇങ്ങനെ ഒരു വരവും പോക്കൊക്കെ നല്ല രസമാണല്ലോ എല്ലാവരും. അപ്പോൾ നമ്മളെ കുടുംബത്തിലൊക്കെ അങ്ങനെ ആൾക്കാരൊക്കെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ ചെയ്യൽ, ഉണ്ടാവൽ, ഓരോ പരിപാടിയൊക്കെ ഉണ്ടാവും ഓരോരുത്തർക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ പിന്നെ വൈകുന്നേരത്തേക്ക് തത കൊണ്ടതാണ് ഇറച്ചി കേക്ക്. അങ്ങനെ അതൊക്കെ കഴിച്ച് അളിങ്കാക്കാണ് കേട്ടോ, മൂത്ത അളിങ്കാക്കാണ് നമ്മളെ. കുട്ടികൾക്കൊക്കെ എന്തായാലും എവിടെയെങ്കിലും ഒന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മാറ്റിക്കുന്നു. അപ്പം എന്തായാലും രണ്ടാം പെരുന്നാളിനാണ് ഇത് വീഡിയോ എടുത്തത്. പക്ഷെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഇത്. അങ്ങനെ അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം എന്ന് പറഞ്ഞാൽ നമ്മളെ തൊട്ടടുത്തുള്ള കൂൾ ബാറിൽ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരാം, ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കൊണ്ടുപോകാൻ കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഇതൊക്കെ കഴിക്കുകയാണ്. ഞാൻ മിൽക്കൗൽ, നല്ല മാംഗോ മിൽക്കൗലൊക്കെ കഴിച്ചു. എല്ലാവരും എന്തൊക്കെയോ ഐസ്ക്രീമും പാലുടി അങ്ങനെയൊക്കെ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് എല്ലാവരും റാഹത്തായിട്ട് നമ്മളെ വീട്ടിലേക്ക് തന്നെ പോന്നപ്പോൾ എൻ്റെ മൂത്ത പെങ്ങളും ഇളയ പെങ്ങളും മക്കളൊക്കെ പോയി. രണ്ടാമത്തെ ജംഷിയാൻ്റെ രണ്ടാമത്തെ പെങ്ങളും മക്കളും പിന്നെ ഉപ്പയും ഉമ്മയൊക്കെ നമ്മളെ വീട്ടിൽ നിന്നു കേട്ടോ. ഇത് പിറ്റേന്നത്തെ ഒരു ദിവസമാണ് നമ്മൾ അവിടെ നിന്നിട്ടുള്ള ഒരു പിറ്റേന്ന് ഞാൻ പുട്ടും ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കഴിക്കുകയാണ്. ഉമ്മയും ഉപ്പയും ഉണ്ട് നമ്മളെ കൂടെ തന്നെ. അങ്ങനെ ഇന്ന് മൂത്ത നാത്തൂൻ്റെ അവിടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. തിരുവണ്ണൂരിൽ തന്നെയാണല്ലോ നമ്മളെ താത്തൻ്റെ വീട്. അങ്ങനെ അങ്ങോട്ട് പോവാം. ഈ താത്ത മക്കളൊക്കെ എൽത്തൂരാണ് കേട്ടോ. എൽത്തൂരാണ് വീടുള്ളത്. 3 പെങ്ങന്മാരാണല്ലോ ജംഷിയാക്ക്. രണ്ടാൾ തിരുവണ്ണൂർ, ഒരാൾ എൽത്തൂർ. അങ്ങനെ അപ്പോൾ ഈ എൽത്തൂരുള്ള ആളാണ് നമ്മളെ വീട്ടിൽ നിന്നത്, ഉമ്മയുപ്പേ. അങ്ങനെ ഇതാ നമ്മൾ തിരുവണ്ണൂരിലുള്ള മൂത്തത്താൻ്റെ വീട്ടിലേക്ക് എത്തി. അവിടെ പോയപ്പോൾ ഓട്ടോറിക്ഷക്കാരന് കുറേ പൈസ വാങ്ങിയിട്ടോ. അപ്പോൾ താത്തക്ക് ദേഷ്യം പിടിച്ചിട്ട് ഓരോന്ന് പറയുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പിന്നെ ഇതാ ഇവരെ വകയൊക്കെ ഓരോ ഫോട്ടോഷൂട്ടും റീൽസും പിന്നെ അങ്ങനെയൊക്കെ ഓരോന്നുണ്ടാവും എല്ലാവരും കൂടിയാൽ. നല്ല രസമാണ്. അപ്പോൾ ഇന്നത്തെ അവിടെ മന്തിയാണ് കേട്ടോ നമുക്ക് ഫുഡ് ഉണ്ടായത്, നമുക്ക് എല്ലാവർക്കും. അങ്ങനെ അത് കഴിക്കാനുള്ള തിരക്കാണ് ഇവിടെ. ഇതിപ്പോൾ നമ്മളെ കല്യാണ വീട്ടിലൊക്കെ പോയാലുണ്ടാവില്ലേ ഓരോ ക്യൂ നിന്ന് വാങ്ങണ മാതിരി എല്ലാവരും പൊതിഞ്ഞിക്കുന്നു. അങ്ങനെ അതൊക്കെ ഓരോരുത്തർ കഴിക്കണ തിരക്കതാ കണ്ടോളി. പിന്നെ അവിടുന്ന് എൻ്റെ നാത്തൂൻ്റെ മോളില്ലേ എൻ്റെ ജംഷാനെ നല്ലൊരു പ്രാങ്ക് ചെയ്യാൻ വിചാരിച്ചിട്ട് ഫോണൊക്കെ ഈ എന്താണ് കാസർഗോഡ് ഭാഷയിലൊക്കെ പറയുന്നുണ്ട്. അതൊന്നും നിങ്ങൾ കേട്ടു നോക്കി.
ചിരിക്കല്ല, എനിക്ക് കളിത്തമാസല്ല ഇത്. എൻ്റെ ജീവിതം ജംഷിയാക്ക. അപ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.